ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്നതിലേക്ക് സ്വാഗതം. ആസാദി എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീനിധ ബാസി അഭിനയിക്കുന്ന പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. രാജ്കുമാറും ശിവാർത്തിയും ഇവരെ ഫാമിലി കൂടിയിട്ട് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. CSK മാച്ചിന്റെ ഇതിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വേറെയും ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സിംഗിൾ എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് മെയ് 9 എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ കർമ്മന്യ വധികരസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള പടം, അവിടത്തിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ബ്രഹ്മാജി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് വെച്ചാൽ ബ്രഹ്മാജി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ നെയിം അതിൽ കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു അവർ കിരീറ്റി കാർ എന്നുള്ള രീതിയിൽ. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ 6 days to go പോസ്റ്റ് വന്നു. പിന്നെ കൃഷ്ണ പറഞ്ഞിട്ടുള്ള കവിന്റെ പടം, അവിടത്തിലത്തെ ഫസ്റ്റ് സിംഗിളിന്റെ പ്രോമോ എന്തായാലും 6 മണിക്ക് വരും പറഞ്ഞു. അത് വന്നിട്ടുണ്ട്. അനിരുദ്ധാണ് പാട്ട് പാടിയിട്ടുള്ളത്. എന്തായാലും ഫുൾ സോങ് എന്തായാലും ഏപ്രിൽ 30 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഫിനിക്സ് എന്ന് പറഞ്ഞ ഗംഭീര അപ്ഡേറ്റ് വരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പടത്തിന്റെ റിലീസ് ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ജൂലൈ 4 പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പ്രസ് മീറ്റ്, അത് ഫുൾ വീഡിയോ ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമായിട്ടുണ്ട്. കാണേണ്ടവർ കണ്ടോക്കാം. പിന്നെ ബുട്നി എന്ന് പറഞ്ഞ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ 6 days to go പോസ്റ്റും വന്നിട്ടുണ്ട്. പിന്നെ ബ്രൊമാൻസ് എന്ന് പറഞ്ഞാൽ സോണി ലിവിയുടെ മെയ് 1 വരും എന്ന് പറഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞ കാര്യം സോണി ലിവ് ആയതുകൊണ്ട് ഏപ്രിൽ 30 പടം പുറത്തിറങ്ങും. അപ്പോൾ അതിന്റെ 6 days to go പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഓളം എന്ന് പറഞ്ഞ റേഡിയോ പറഞ്ഞാൽ റേഡിയോ സിറ്റി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കിൽ ആർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഗ്ലിംസ് ഏപ്രിൽ 30 12 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ ഈ 2 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. ജ്യോതി പൂർവാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിൽ അഭിനയിക്കുന്ന മെയിൻ കഥാപാത്രമായിട്ട്. പിന്നെ ദശമുദ്രം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരുടെ പടം, അപ്പോൾ റിലീസിന് വരികയാണ് ഈ മെയ് 10. അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ പടത്തിന്റെ 6 days to go പോസ്റ്റർ ആണ്. നോർമലി റെഡ് പോസ്റ്ററാണ് വരാറ്, ഇതൊരു ബ്ലൂ പോസ്റ്ററാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നല്ല പോസ്റ്റർ ആയിരുന്നെന്ന് തോന്നി. പിന്നെ അഹിംസ എന്റർടൈൻമെന്റ് UK ഇതിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിരുന്നു. എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ 3200 കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും UK തിയേറ്റേഴ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ജാട്ട് എന്ന് പറഞ്ഞ പടം 110.86 കോടി ഇതുവരെ നേടിയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ലവ്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ 7 days to go പോസ്റ്റർ വന്നു. എന്തായാലും 3Dയിലാണ് പടം വരുന്നത്. എന്തായാലും ഇതിന്റെ ട്രെയിലർ വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ട്രെയിലർ 6 മണിക്ക് വരെ എന്നുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ BRB ബില്ലരംഗ ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു അപ്ഡേറ്റ് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. അതിൽ നായിക എത്താൻ പോകുന്ന ആരാന്നുള്ള രീതിയിൽ പൂജ കിട്ടുക എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് ശ്രീനിധി ഷെട്ടി എന്നുള്ള രീതിയിലാണ്. ഒരു ഇന്റർവ്യൂവിൽ ഏകദേശം കൺഫേം ആയ രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. പിന്നെ ഞാൻ ഈ ചെന്നൈയിൽ ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ ഹിറ്റിന്റെ തേർഡ് കേസ് എന്ന് പറഞ്ഞതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ശ്രീനിധി ഷെട്ടിയുടെ ഞാനിയുടെ കൂടിയിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ടായി, സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അവിടുത്തെ തേർഡ് സിംഗിൾ ആയിട്ടുള്ള തനു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് എന്നാലും 4-5 വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും 4-5 പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. ഈ പടത്തിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സിംഗിൾ തന്നെയാണ്. അബിക്ക് ബാർ അർജുൻ സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ പടത്തിന്റെ 6 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്, ഒരു വീഡിയോ വന്നിട്ടുണ്ട്. എന്തായാലും പോസ്റ്റർ കിട്ടുന്ന പോസ്റ്റർ തന്നെയാണ്. മുന്നേ പറഞ്ഞ പോലെ വേറെ പോസ്റ്റേഴ്സ് ഒക്കെ ഗംഭീര ക്വാളിറ്റി സാധനമാണ്. പിന്നെ പടത്തിന് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചുകൊണ്ട് വേറെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതും കിട്ടുന്ന പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ അല്ലർജുന്റെ 22ാമത്തെ പടം, അറ്റ്ലിയുടെ 6ാമത്തെ പടം. വെച്ചാൽ അറ്റ്ലും അല്ലർജുനും ഒന്നിക്കുന്ന പടം. ആ പടത്തിൽ 2 അല്ലെങ്കിൽ അതിലും കൂടുതൽ ഹീറോയിൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. എന്തായാലും അതിൽ ഒന്ന് ജാൻവി കപൂർ എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കേൾക്കുന്ന ലേറ്റസ്റ്റ് ആയി കേൾക്കുന്ന മൃണാൽ താക്കൂർ എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്താവും എന്നുള്ള അറിയില്ല. പിന്നെ നിവിൻപോളിന്റെ ഒരു പടം അനൗൺസ് ചെയ്തായിരുന്നു, തമർ എടുക്കുന്ന പടം. എന്ന് വെച്ചാൽ തമർ കേവി എന്നിട്ടുള്ള ആൾ ഇപ്പോൾ എടുത്തിട്ടുള്ള പടം സർക്കിറ്റ് എന്നിട്ടുള്ള പടം. അത് മെയ് 8 റിലീസ് ആകുമ്പോൾ അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയായിരുന്നു. ആസിഫലിന്റെ പടം. അതിന് ശേഷം വരാൻ പോകുന്ന പടമാണ് നിവിൻപോളിനെ വെച്ചിട്ടുള്ളത്. ഡോൾബി ദിനേശ് എന്നാണ് പടത്തിന് പേര് എടുത്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ കിട്ടുന്ന പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പടം കിട്ടില്ലാമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ തുടരുന്ന പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ പടത്തിന്റെ റിലീസ് നിലയായിരുന്നു. എന്തായാലും പടത്തിന് നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഏകദേശം 5.10 കോടിയിലും കൂടുതൽ ഫസ്റ്റ് ഡേന്ന് മാത്രം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അപ്രോക്സിമേറ്റ് ആണ്, ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ കൺഫേം ആയിട്ടുള്ള കളക്ഷൻ എമൗണ്ട് കിട്ടിയിട്ടില്ല. പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 13-14 കോടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും പടം ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഈ പടത്തിലത്തെ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഷാരൂഖ് ഖാന്റെ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഷാരൂഖ് ഖാൻ വീണ്ടും ഡോൺ ക്യാരക്ടറായി എത്താൻ പോകുന്നതാണ്. ഈ പടത്തിൽ ഷാരൂഖ് ഖാന്റെ മകനായിട്ടുള്ള ആര്യൻ ഖാൻ അഭിനയിക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഈ ആര്യൻ ഖാൻ ഷാരൂഖ് ഖാന്റെ ചെറുപ്പക്കാരാണ് അഭിനയിക്കുക എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുറച്ച് മുന്നേ കിട്ടിയ അപ്ഡേറ്റ് ആണ് ഇപ്പോഴാണ് പറയുന്നത് മാത്രം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ലൈക്കും ക്ലിക്ക് ചെയ്യുക. വീഡിയോ കാണുന്നവർക്കും ബൈ.